KR സാജു കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. സാജു, ഇത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വാദം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനം സർക്കാരിന് ഏൽക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത് ഫുൾ റിപ്പോർട്ട് SIT കൈമാറുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഐഡന്റിറ്റി മറച്ചുവെക്കുന്ന രീതിയിൽ നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ആ റിപ്പോർട്ടിനകത്ത് ഒഴിവാക്കിയ ഭാഗങ്ങളടക്കം SITക്ക് നൽകണമെന്നുള്ള ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ ഗതിയടക്കം അത് കാര്യമായി ബാധിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടോ? എങ്ങനെ കാണണം ഇന്നിപ്പോൾ കോടതിയിൽ ഈ റിപ്പോർട്ട് എത്തുമ്പോഴുള്ള കാര്യങ്ങളെ? ഇതിനകത്ത് നമ്മൾ സൈഫുദ്ദീൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയെങ്കിലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കേണ്ട പൊതുസമൂഹത്തിൽ നിന്നേക്ക് പുറത്തേക്ക് വന്ന ആരോപണങ്ങൾ, അങ്ങനെ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്നവയിൽ പരാതിയിൽ പരാതിയിൽ അന്വേഷണം നടത്തുക, അതിൽ കേസെടുക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ ഈ ഇടപെടലോടുകൂടി ഈ റിപ്പോർട്ട് പൂർണ്ണമായും പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്കും SITക്ക് പോകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സംസ്ഥാന സർക്കാരിന് 4 വർഷം കൊണ്ട് ചെയ്യേണ്ട മിനിമം കാര്യങ്ങളെങ്കിലും ചെയ്തുകൂടെ എന്ന ഒരു ചോദ്യം ഹൈക്കോടതി ഇന്നത്തെ വാദത്തിനിടയിൽ ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം നിഷ്ക്രിയമായിരുന്നു ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്ന കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുക. കാരണം നമുക്കറിയാം, 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം വെറുതെ ഇരുന്നു. റിപ്പോർട്ട് കിട്ടിയുടൻ തന്നെ സംസ്ഥാന സർക്കാർ അത് അന്നത്തെ പോലീസ് മേധാവിക്ക് കൈമാറിയതാണ്. പക്ഷേ അതിൽ FIR ഇടാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു അന്നത്തെ പോലീസ് മേധാവി സ്വീകരിക്കുകയും അതോടുകൂടി അട്ടത്ത് വെക്കുകയുമാണ് ചെയ്തത്. പിന്നീട് റിപ്പോർട്ട് വരാൻ തന്നെ, പുറത്തേക്ക് വരാൻ നീണ്ട പോരാട്ടമാണ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് നടത്തേണ്ടി വന്നത്. അത്തരം ഒരു പോരാട്ടത്തിന്റെ ഒടുവിലാണ് ഭാഗികമായിട്ടെങ്കിലും റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്ക് മുന്നേക്ക് വരുന്നത്. അപ്പോഴും സംസ്ഥാന സർക്കാർ ആ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. ആ വസ്തുതകളെ കോടതി ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഇന്നത്തെ പരാമർശങ്ങളിലൂടെ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇത് സർക്കാരിനുള്ള കനത്ത തിരിച്ചടിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ചെയ്യേണ്ടതൊന്നും യഥാവിധി ചെയ്തില്ല എന്ന വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, രാഷ്ട്രീയമായി സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരും മന്ത്രിമാരും അടക്കമുള്ളവർ പറയുന്നത് കേരളം മാതൃക കാട്ടുകയായിരുന്നു അത്തരം ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മാതൃക കാട്ടിയെങ്കിലും പിന്നീട് അടുത്ത നടക്കേണ്ട സ്റ്റെപ്പ് യഥാസമയം നടന്നില്ല എന്നതായിരുന്നു അതിന്മേൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ആ ആരോപണങ്ങളെ അരക്കിട്ടുറപ്പിക്കുക കൂടിയാണ് കോടതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ന് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം SITക്ക് കൈമാറണം എന്ന നിർദ്ദേശിച്ചുകൊണ്ട് 2019 റിപ്പോർട്ട് കിട്ടിയില്ലേ, അതിന് മുകളിൽ എന്തെടുത്തു എന്ന ചോദ്യം ഉണ്ട് ഹൈക്കോടതിയുടെ. അതാണ് ഇത് സർക്കാരിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സർക്കാർ ചെയ്തിട്ടില്ല എന്ന കുറ്റപ്പെടുത്തൽ കൂടി അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് ചെയ്യാവുന്ന മിനിമം കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന ചോദ്യത്തിൽ തന്നെ അത് ചെയ്തിട്ടില്ല എന്ന ഉത്തരം അടങ്ങിയിരിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.